നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അത് കേക്കട്ടെ. ഞങ്ങൾ ഇവിടെ ആ ഒരു സമയം കൊണ്ട് ഇവിടെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിയിൽ തക്കാളി ഇട്ടു. പിന്നെ തക്കാളി ഒന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് നമ്മള് ചിക്കനും ഇട്ടു. ഇവിടെ രുദ്രലക്ഷ്മി ഇതിന്റെ ഇടയിൽ ഡാൻസ് കളിച്ചു. കുറച്ച് ഇളക്കൽ നിർത്തിയിട്ട് ഡാൻസ് കളിക്കാൻ വന്നു അല്ലേ? അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി തീരാറായെന്ന് തോന്നുന്നു അല്ലേ? സൂപ്പർ. അപ്പൊ എന്തായാലും കുറച്ച് സമയം കൂടി കാത്തിരുന്ന നമുക്ക് ഈ ചിക്കൻ ചട്ടിപ്പത്തിരി കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പൊ ഈ നോമ്പുതുറ വിഭവത്തില് ഉന്നക്കായ നമ്മളിപ്പോ കണ്ടു, ഇപ്പൊ ചിക്കൻ ചട്ടിപ്പത്തിരി. ഇനി എന്തൊക്കെ വിഭവങ്ങൾ അതിലുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്? ഞാൻ ഒത്തിരി സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. കാരണം പത്തിരി ഉണ്ടാക്കാറുണ്ടോ? പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ മസാലയിൽ ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. പിന്നെ എന്നിട്ട് സ്നാക്സ് അധികം ഉണ്ടാക്കാറില്ല. കാരണം ഞങ്ങള് 4 പേരേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും ചുമ്മാ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകണം. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിക്കും. കൊറോണയുടെ ടൈമിലാണ് ശരിക്കും സ്നാക്സ് ഒക്കെ കൂടുതൽ ഉണ്ടാക്കി. അപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോ എന്താ കൊടുക്കുക? സ്കൂള് വിട്ട് വരുമ്പം ഞാൻ പറയും ഫുഡ് കഴിച്ചോ. എന്ത് ഫുഡ് ചില സമയത്ത് രാവിലത്തെ ഫുഡ് ബാക്കി ഉണ്ടാവും. അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാ വരുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും സ്നാക്സ് മേടിക്കും. ഞങ്ങൾ ഡിന്നറും ഇതുപോലെ തന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കറികളുമാണ്. പക്ഷെ കിച്ചണിലധികം ഇല്ല, കൂടുതൽ സമയം പുറത്താണ്. ഇടയ്ക്കാണ് കിച്ചണിൽ എത്തി നോട്ടമുള്ളൂ അല്ലേ? പക്ഷെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ്. അതും അമ്മ അങ്ങനെ എന്താ പറയാ കറക്റ്റ് അളവിലും ഇതിലും ഒക്കെ നോക്കി ഉണ്ടാക്കിയാൽ അതൊന്നും ശരിയാവില്ല. അമ്മയുടെ മനസ്സിലുള്ള എന്തൊക്കെയോ ചെയ്താൽ അത് രസം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ആ കറിക്ക് പേരൊന്നും ഉണ്ടാവില്ല. ചെയ്യണ്ടേ? അതാണ് അത് ഇടയ്ക്ക് ടേസ്റ്റ് ഉള്ള സാധനം എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വില പോകും അല്ലേ? അതുകൊണ്ടാണ് ദിവ്യശ്രീയുടെ വില അവിടെ അതുകൊണ്ട് മാത്രമാണ്. അതല്ല, ശുചിതരനൊക്കെ ഒരു ചായ വേണമെങ്കിൽ പോലും ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ എപ്പോഴും നമ്മള് പണിയായി പോവില്ലേ. അപ്പൊ ഞാൻ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ടേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അതിനകത്തോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ചിക്കൻ ഒക്കെ വെന്തതായതുകൊണ്ട് അധികം ഇതാവേണ്ടി വരില്ല. കുറച്ച് വെന്തതാണ്, പക്ഷെ എന്നാലും ആ ചിക്കനും ഉള്ളിയും കൂടെ ഒരു മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട്. ഏകദേശം മസാല ആയിക്കൊണ്ടിരിക്കുകയാണ്. രുദ്ര ഈ പാചകം ചെയ്യുമ്പോൾ രുദ്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ അടുക്കളയിൽ? ഈ തീന്റെ ചൂട് വരുമ്പോ അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അമ്മ പറയും. അവർക്ക് മനസ്സിലാവട്ടെ. അവളെപ്പോഴും ചോദിക്കും അമ്മക്ക് എന്ത് ഉണ്ടാക്കിയാലെന്ന്. ഇതുകൊണ്ട് ഉണ്ടാക്കുക. പക്ഷെ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഹെൽത്തി. എപ്പോഴും നമ്മൾ ഒരിക്കലും പുറത്തൊന്നും മേടിക്കാൻ പാടില്ല. ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഈ ചുട്ടുവെച്ച ദോശനെ ഈ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദോശയെ നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ ചെയ്തിട്ട് ഈ പാനിലോട്ട് ഇടുകയാണ്. അതിനകത്തോട്ടേക്ക് ഞങ്ങൾ കുറച്ച് ഫില്ലിങ്സ് അടുത്തത് നമ്മൾ 2ാമത്തെ ദോശ എടുക്കുകയാണ്. 2ാമത്തെ ദോശ എടുത്ത് ഇതേപോലെ തന്നെ നമ്മൾ അതിന്റെ മേലെ വെച്ചു കൊടുക്കുകയാണ്. 2ാമത്തെ ദോശ വെച്ചു. എന്നിട്ട് വീണ്ടും ഇതിടും, ഫില്ല് ചെയ്തു. അടുത്ത ഫില്ലിങ് വെക്കുകയാണ്. അടുത്ത ഫില്ലിങ് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ദോശ എടുത്തു. അതും നമ്മൾ മുട്ടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തിലും മുട്ട ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും വെച്ചു കൊടുത്തു. അടുത്ത ദോശ എടുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ശ്വേതാജിക്ക് ആ ഒരു സ്മെല്ല് ഇങ്ങനെ വന്നിട്ട് അതെന്താണെന്ന് അറിയാനായിട്ട് വന്നിരിക്കുകയാണ്. 4 ദോശയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന മുട്ട നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക.
അപ്പൊ അങ്ങനെ മുട്ടയും ചിക്കൻ ഫില്ലിങ്സ് എല്ലാം ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചു. ലാസ്റ്റ് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യുന്നു അല്ലേ? അതെ അതെ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടി കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ തിരിച്ചൊന്നിടും. അപ്പം നമ്മളത് ഒന്ന് മറിച്ചിട്ട് അവിടെ രുദ്ര അലങ്കാരപ്പണിക്കുള്ള മിനുക്ക് പണികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ. ഈ സമയത്ത് വേണോ വീണ്ടും ഒരു മ്യൂസിക് കേൾക്കണോ? കേൾക്കാം. യെസ്, മീനാക്ഷി റെഡി. ചട്ടിപ്പത്രി is waiting for you. ഇവിടെ അടുക്കളയിൽ ചട്ടിപ്പത്തിരി വേവുമ്പോൾ നമ്മുടെ ഹൃദയം പ്രണയം കൊണ്ട് ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളിക്കാൻ സാധിച്ചു. പൊള്ളച്ചു. അപ്പോൾ നമ്മളുടെ ഇത്രയും നല്ലൊരു വിഭവം ഉണ്ടാക്കിയ ദിവ്യശ്രീക്ക് വേദിക് ലൈനിൻ്റെ ഒരു സ്കിൻ മാസ്റ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദിവ്യശ്രീ ആൻഡ് രുദ്രശ്രീ, താങ്ക് യു. അടിപൊളി. അപ്പൊ വേദിക് ലൈനിന്റെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് സന്തോഷിക്കും. ഞങ്ങൾക്ക് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ശ്വേതാജി ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വെജിറ്റേറിയൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണ തീരുമാനിച്ചു. ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ ആയ ഒരാളാണ്. അതുകൊണ്ട് ഇത് മൈദേന്റെ പകരം ഞാൻ കടലമാവാണ് ഇട്ടിട്ടുണ്ടാക്കുക. അരിപ്പൊടി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഗ്ലൂട്ടൻ ഫ്രീ ലാക്ടോസ് ഫ്രീൻ്റെ അലർജിയാണ്. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ എല്ലാം ഇപ്പോൾ മൈദ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ മൈദയാണ് കഴിക്കുക. അപ്പോൾ അങ്ങനത്തെക്കെല്ലാം നമുക്ക് ഉണ്ടാക്കാം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഭയങ്കര നന്നായി നിങ്ങൾക്ക് കാണുന്നതല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതെങ്ങനെയാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്, അതാണ് മെയിൻ.
അതെ, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. പക്ഷേ അപ്പൊ നമുക്ക് sauce വേണ്ട അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് നമ്മള് അല്ല വേറെ ആരെങ്കിലും ഒരു ദിവസമൊക്കെ വരുന്ന അതിഥികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ വീട്ടില് മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഒന്നും യൂസ് ചെയ്യണം. ഇതൊരു പാൻ കേക്ക് സ്റ്റൈലാണ്, നമ്മുടെ നാടൻ പാൻ കേക്ക് സ്റ്റൈൽ. പക്ഷെ ഇത് നമ്മൾ ഇലയിൽ വാട്ടിയിട്ട് ഇല വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. പക്ഷെ നമുക്കത് അതൊക്കെ എല്ലാം കൂടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അല്ല, നന്നായിട്ട് ഇത് വേണമെങ്കിൽ മൺചട്ടിയിലും ഉണ്ടാക്കാം. അപ്പൊ അത് അടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഇല വെച്ചിട്ട് മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ എല്ലാ ടിപ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വയറ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര സുഖമായിട്ട് ഉറങ്ങാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ഇത് കണ്ട നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളുമായി പുതിയ പെർഫോമൻസുകളുമായിട്ട് നമ്മുടെ സൂപ്പർ അമ്മയും മക്കളും ഇവിടെ റെഡി ആയിട്ടിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.